തെളിവുകൾ ജയിക്കുന്നത് അതാണ് കോടതി. ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രെയിലർ കാണായിരുന്നു. വേറെ ഏത് മൂവിയുടെ അല്ല, JSKയുടെ ട്രെയിലറായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. പൊളിറ്റിക്സ് ആൻഡ് മലയാളം മൂവീസ് അല്ലേ? അതെ, കുറേ ചർച്ചകളും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അടിപൊളി ട്രെയിലർ. ഞാൻ ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യണ മൂവിക്ക്. 20th റിലീസാണ്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണ മൂവിക്ക് വേണ്ടിയിട്ട്. എന്താണ് ആ ട്രെയിലറിൽ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? മെയിൻ സംഭവം എന്താന്ന് വെച്ചാല്, എന്താ പറയാ, എനിക്ക് കോർട്ട് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കേസും അതിന്റെ വാദവും എല്ലാം, അങ്ങനത്തെ ടൈപ്പ് മൂവീസ്. ഈ അടുത്ത് നേര് പോലത്തെ കുറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ തരത്തില്. The factor is സുരേഷ് ഗോപി. അതെ, സുരേഷ് ഗോപിയുടെ ആ ഒരു പഞ്ച് ഡയലോഗ്സ്. അതെ, മലയാളം മൂവീസിൽ ഇമാതിരി പഞ്ച് ഡയലോഗ് പറയാൻ പറ്റുന്ന നടൻ വേറെ ആരോ ഉള്ളേ അല്ലേ? എല്ലാരും പറയും സുരേഷ് ഗോപിയുടെ സ്റ്റൈല് വേറെ. പക്ഷെ സുരേഷ് ഗോപി റീലും റിയലും അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ. അതിപ്പോ എനിക്ക് തോന്നുന്നു റീലിന്ന് റിയൽ അത് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്ത് പുള്ളി അങ്ങനെ ആയതാവാം. പക്ഷെ ആളുടെ സംസാരം, ആളുടെ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ എന്തായാലും സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇന്നും ഒരു എനർജി അല്ലെങ്കിൽ നമുക്കൊരു ആവേശം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ സിനിമയൊക്കെ കുറെ ആയിപ്പോ നമ്മൾ കണ്ടിട്ട് അല്ലെ? ഇപ്പൊ ഒരു ചിന്താമണി കൊലക്കേസൊക്കെ ഇതേപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ട് വന്നു. സുരേഷ് ഗോപിയുടെ ഇപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 സിനിമ പെട്ടെന്ന് ഓർമ്മ ഫസ്റ്റ് വരുമ്പോ തന്നെ നമ്മുടെ പോലീസ് കഥാപാത്രം കമ്മീഷണർ, പിന്നെ ലേലമുണ്ട്, വാഴുന്നൂറുണ്ട്, ഇങ്ങനെ കിടക്കും FIR. അതിപ്പോ ഇതുപോലത്തെ കുറെ സിനിമകൾ സുരേഷ് ഗോപിയുടെ ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് ഇതിലെല്ലാം ഒരു പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സിനിമകളാണ്. അല്ലെങ്കിൽ ഇതിലെ ഹീറോസിന് എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, നമ്മുടെ ഒരു സൊസൈറ്റിയില് ഒരു അനീതിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകളാണ് കൂടുതൽ ഇവരൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതേപോലത്തെ സിനിമകൾ കുറവാണ് അല്ലേ? അതായത് ഇപ്പൊ നമ്മളിപ്പോ അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മലയാളത്തിലെ ഈ ഒരു പൊളിറ്റിക്കൽ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 70s മുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ ഒരു നമ്മളൊക്കെ കണ്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചെറുപ്പത്തിൽ ഒരു കാസറ്റ് ഒക്കെ എടുത്ത് കണ്ടു തുടങ്ങുകയാണെങ്കിൽ പോലും IV ശശി, ടി ദാമോദരൻ, ഈ ഒരു കോമ്പോന്റെ സിനിമകൾ അതിൽ എടുത്തു പറയേണ്ട സിനിമയാണ്. അത് എല്ലാവരും, ഞാനൊക്കെ ജനിക്കുന്ന മുമ്പ് സിനിമയാണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങാടി. നമ്മുടെ എല്ലാവർക്കും അറിയാം. അത് അന്നത്തെ എനിക്ക് തോന്നുന്നു 1980 വിഷു സീസണിൽ ഇറങ്ങിയ സിനിമയാണ്. അത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു എന്നാണ് എന്റെ അറിവ്. അതായത് ജയൻ ശരിക്കും സൂപ്പർ, ആ വർഷം തന്നെ അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ ആ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിയ സിനിമയാണ്. അത് ഇന്നും ആഘോഷിക്കണം. അതായത് IV ശശി, ടി ദാമോദരൻ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടി പറയാം, ഈ നാട്, പിന്നെ മണിരത്നത്തിന്റെ സിനിമയാണ്. അതായത് ടി ദാമോദരന്റെ ഒരു സ്ക്രിപ്റ്റിംഗ്. IV ശശി പല ടി ദാമോദരൻ ആയാലും MT ആയാലും ഒരുപാട് പേരുടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടി ദാമോദരന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ഉണരും മണിരത്നത്തിന്റെ ഏക മലയാള സിനിമയാണ്. പലർക്കും അറിയുമായിരിക്കും. അത് ടി ദാമോദരന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്സിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് തൊഴിലാളി മുതലാളി പ്രശ്നങ്ങൾ, പിന്നെ അന്നത്തെ രാഷ്ട്രീയ, അതായത് അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ജനം എന്ന് പറയുന്ന ഒരു സിനിമ, ടി ദാമോദരന്റെ വിജി തമ്പി ഡയറക്ട് ചെയ്ത ജനം എന്ന് പറഞ്ഞ മുരളി ഹീറോ ആയ സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് ഈ അടുത്ത് വിജി തമ്പി തന്നെ പറഞ്ഞിട്ടുള്ളത്, ദാമോദര മാഷിന്റെ ഒരു പ്രശ്നം കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി പോവാണ്. അതായത് അദ്ദേഹം അന്നത്തെ സീൻ എഴുതുകയാണെങ്കിൽ അന്ന് എന്താണോ ന്യൂസ് പേപ്പറിൽ അന്ന് റെലവെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവര് പ്ലാൻ ചെയ്തതൊന്നും മാറും. അതായത് ഒരു സീൻ അതില് നമ്മുടെ തിലകനും ജനാർദ്ദനും കൂടിയുള്ള ഒരു സീൻ അന്ന് പ്ലാൻ ചെയ്തത്, ഇവരൊരു 1/2 ദിവസം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എഴുതി വന്നപ്പോൾ 42 പേജ് എന്താണ് 3 ദിവസം എടുത്തു ആ സീൻ ഷൂട്ട് ചെയ്യാൻ. ആ സിനിമ, അതായത് ടി ദാമോദരന്റെ ഒരുപാട് സിനിമകൾ എഴുതി വരുമ്പോൾ എല്ലാം ഷൂട്ട് ചെയ്ത് വരും 3.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹം കുറെ അറിവ് കൂടുതൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം എഴുതി ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അങ്ങ് പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് സിനിമകൾ അന്ന് ടി ദാമോദരനാണ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഒരു തുടക്കം കുറിച്ചതെന്ന് പറയാം. ഈ സമയത്ത് നമുക്ക് പാരലലി പറയാമെങ്കിൽ നമുക്ക് KG ജോർജിന്റെ സിനിമകളുണ്ട്. ഇപ്പൊ നമുക്ക് പഞ്ചവടിപ്പാല പോലത്തെ സിനിമകളൊക്കെ പൊളിറ്റിക്സ് ചർച്ച ചെയ്ത്, അത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഒരു സമാന്തര സിനിമകളെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ്.